what we were speaking in the last couple of days about prayer and the reason we pray and the authority that God has given us to pray. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നൊക്കെ നമ്മൾ പഠിച്ചു. Yesterday evening we were looking at the need to pray. ഇന്നലെ രാത്രിയിലെ ഈ സെഷനിൽ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. When we understand and to continue with that, നമ്മൾ ഇന്നലെ രാത്രി ചെയ്തത് തന്നെ പഠിപ്പിച്ചത് തന്നെ വീണ്ടും അത് തുടരുകയാണ്. In John chapter 15 Jesus says you cannot do anything without me. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാമായിട്ട് തന്നെ പലതും ചെയ്യണമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. പക്ഷേ കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്ന ഇതാണ്, മക്കളെ, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. We have lot of desires, we have lot of aspirations, we have lot of excitement to do things, but what Jesus is saying is that you cannot do anything without me. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വയമായിട്ട് പലതും ചെയ്യുവാനുള്ള ആഗ്രഹവും അത് വ്യഗ്രതയും താല്പര്യവും ഒക്കെ നമുക്കുണ്ട്. എങ്കിലും നാം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ കൂടാതെ, എന്നെ പിരിഞ്ഞ് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. Jesus speaks to his disciples and he says, wait till you receive the power of the Holy Spirit. യേശു ശിഷ്യന്മാരോട് പോലും പറയുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക. Wait, in Acts 1:4 it says wait till you receive the power. പ്രവൃത്തികളുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 1:4 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അതേ നഗരത്തിൽ നിങ്ങൾ കാത്തിരിക്കണം. Why would I ask Pastor James, can you wait? പാസ്റ്റർ ജെയിംസ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യാമോ, കാത്തിരിക്കാമോ എന്ന് ചോദിക്കുന്നത് എന്തിനാ? If he's sitting, I don't have to say Pastor wait. അവിടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കാത്തിരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. If he is about to leave the hall, I would say Pastor please wait. ഇപ്പോൾ ഈ ഹോള് വിട്ട് അദ്ദേഹം പോകാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ പറയും, പാസ്റ്റർ ഇപ്പൊ പോകരുത്, അവിടെ ഒന്ന് ഇരിക്കുക, ഒന്ന് കാത്തിരിക്കുക. Jesus is saying, disciples please wait. യേശു ശിഷ്യന്മാരോട് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു, ദയവായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. They had understood the mandate that they had received. അവർക്ക് ലഭിക്കപ്പെട്ടതായ കൽപ്പന എന്താണെന്ന് അവർക്ക് ബോധ്യമായി. They were so excited to go and speak about it. അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളതായ ആ വ്യഗ്രത, അവർക്ക് കിട്ടിയ കൽപ്പന അനുസരിച്ച് പോയി പുറപ്പെട്ട് സംസാരിപ്പാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. They were so eager to tell 10 people about what Jesus had done. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തങ്ങളോട് പറഞ്ഞ കാര്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് വളരെ എത്രയും പെട്ടെന്ന് പറയുവാൻ താല്പര്യമുണ്ടായിരുന്നു. They might probably be all with packed bags. They were almost leaving probably. ഇപ്പോൾ തന്നെ സുവിശേഷം പറയുവാൻ വേണ്ടി അവര് പെട്ടിയും പ്രമാണവും എല്ലാം എടുത്ത് തയ്യാറെടുത്ത് അവര് പോകാനായിട്ട് റെഡി ആയിട്ട് പോവുകയാണ്. What would have happened if they had gone? കർത്താവ് പറഞ്ഞത് കേട്ടോണ്ട് ഉടനെ അവര് സുവിശേഷം പറയാൻ അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ വേണ്ടി പോയിരുന്നെങ്കിൽ ഉള്ള സ്ഥിതി ഒന്ന് ഓർത്തേ. They would have preached some messages. എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശം അവർക്ക് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു. They would have probably healed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ചിലപ്പോൾ അവർക്ക് സൗഖ്യം വരുത്തുവാനും കഴിയുമായിരുന്നു. But what will happen after some time? എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രസംഗിച്ച, ഈ സൗഖ്യമാക്കിയ ശിഷ്യന്മാർക്കൊക്കെ എന്ത് ഭവിക്കുമായിരുന്നു? What would have happened when their energy was low? അവരുടെ ആ ഊർജം, അതിന്റെ ലെവൽ ഒന്ന് കുറഞ്ഞിട്ട് what would have happened if when they faced a difficulty or a challenge? അവരുടെ ജീവിതത്തിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ എന്ത് ഈ ശിഷ്യന്മാർക്ക് ഭവിക്കുമായിരുന്നു? They would have become empty and they would have left the ministry. വലിയ വലിയ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ നേരിട്ട സന്ദർഭത്തിൽ അത് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ശൂന്യരായി, ഒന്നുമില്ലാത്തവരായി അവസാനം വട്ടപൂജ്യമായി തീരുമായിരുന്നു. They would have gone first day, they would have said in the name of Jesus be healed. ആദ്യമൊക്കെ അവര് പോയപ്പോ ആവേശത്തോടെ എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. Probably after 1 year they would be saying in the name of Jesus who was resurrected 1 year before be healed.
അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഒരു വർഷം മുമ്പ് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Or after 10 years they will say there was a Jesus who lived 10 years before in his name. അല്ലെങ്കിൽ അവര് 10 കൊല്ലം കഴിയുമ്പോ ഈ ശിഷ്യന്മാർ എന്തു പറയുമെന്നറിയാമോ? കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉയർത്തെഴുന്നേറ്റവനെന്ന് പറയുന്നവനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. It would have gone from the first person to the third person. ഈ ഒന്നാമത്തെ വ്യക്തിയിൽ നിന്നും മൂന്നാമനിലേക്ക് സന്ദേശം കൈമാറ്റം. The grammar in English, first person to third person. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് ഗ്രാമറിൽ, ഇംഗ്ലീഷ് ഗ്രാമറിൽ പറയുന്നത് പോലെ മൂന്നാമത്തെ വ്യക്തിയിലേക്ക്, അതെ മൂന്നാമനിലേക്ക് അത് പോകുമായിരുന്നു. Or after some time what will happen, Peter's relative would have been saved. കുറച്ചു കാലം കഴിയുമ്പോൾ പ്രസംഗിച്ച പത്രോസിന്റെ ബന്ധുക്കൾ വിശ്വാസത്തിൽ വരും. That relative would want to do something like this. ഈ പത്രോസ് ചെയ്തതുപോലെ തന്നെ അവന്റെ ബന്ധുവും ചെയ്യുവാനും വേണ്ടി ഒരുങ്ങും. The relative would say, in the name of Jesus whom my uncle preached. ഈ ബന്ധു വന്ന് എന്തായിരിക്കും പ്രസംഗിക്കുന്നറിയാമോ? എന്റെ ബന്ധുവായിരിക്കുന്ന, എന്റെ അമ്മാച്ചനായിരിക്കുന്ന പത്രോസ് വിശ്വസിച്ചിരുന്ന യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. He would not have a personal encounter. He would always depend on the name of his uncle, on the brand name to speak about Jesus. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് യേശു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന മറ്റൊരു വ്യക്തിയുടെ നാമത്തിൽ അതെ അവൻ പറയേണ്ടതായിട്ട് വന്നിരുന്നേനെ. He would have said uncle's name and auntie's name and somebody's name. ഏതെങ്കിലും ഒരു അങ്കിളിന്റെയോ ആന്റിയുടെയോ ഒക്കെ പേര് പറഞ്ഞ് അവർ അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം നടത്തിയാണ്. But after some time what will happen? They will all be faded away. എന്നാൽ ഈ അങ്കിളും മരിച്ചു, ഇപ്പൊ പ്രസംഗിക്കുന്ന ഇവരും മരിച്ചു, എല്ലാവരും കൂടെ മരിച്ചു കുറച്ച് കഴിയുമ്പോൾ എന്ത് നടക്കുമായിരുന്നു? That is why Jesus says, before you leave, receive the power of the Holy Spirit. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞത്. So that you will be energized when you lose your energy. ആമേൻ. നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെ വീണ്ടും വീണ്ടും ശക്തിയിൽ ആർജവപ്പെടുത്തുവാൻ കഴിയുന്ന ആ ശക്തിയിലേക്ക് വരുവാൻ, When you become tired in your life, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ശിശുവായിരിക്കുമ്പോൾ, when you become tired in your life, tired, നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോൾ, the Holy Spirit will refresh you and strengthen you once again. പരിശുദ്ധാത്മാവ് വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളെ പുതുക്കിയിട്ട് അവന്റെ ശക്തിയിൽ നിങ്ങളെ നിറയ്ക്കും. When you do not know what to do, എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഇരിക്കുമ്പോൾ the Holy Spirit will remind you what to do. എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തും. When you do not know what to preach, എന്ത് പ്രസംഗിക്കണമെന്ന് നിങ്ങൾക്കറിയാതിരിക്കെ the Holy Spirit will guide your words so that you can preach with power and authority. നീ എന്ത് പ്രസംഗിക്കണമെന്നും ഏത് നാമത്തിൽ ഏത് അധികാരത്തിൽ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ നൽകും. Therefore it is important, and it was important to receive the power of the Holy Spirit. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതും അതിൽ നിറയപ്പെടുന്നതും അവർക്ക് പ്രധാനമായിരുന്നു. It was important for the disciples of Jesus to receive the power of the Holy Spirit before they leave. Therefore it is more important for every one of us to receive and to catch the power of the Holy Spirit. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കേണ്ടിയിരുന്നിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് അവന്റെ നാമത്തിൽ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും എത്രത്തോളം അവന്റെ ശക്തിയുടെ ആവശ്യകത ഉണ്ടായിരിക്കും. We need the power of the Holy Spirit upon us so that we can minister, we can lead a successful Christian life. ആമേൻ. കർത്താവിന്റെ ജനത്തെ നയിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാനും എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി അനിവാര്യമാണ്. When they receive the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവർ നിറയപ്പെടുന്നത് കാണാൻ പറ്റും. the difference that came upon their lives, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റമെന്ന് പറയുന്നത്, till a few days back they were powerless people, they were hiding, they said we do not know who Jesus is. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ശക്തി ക്ഷയിച്ചവരായിട്ട് അവർക്ക് എവിടെയെങ്കിലും മറഞ്ഞിരുന്നാൽ മതി, ഒളിച്ചിരുന്നാൽ മതി എന്ന് വിചാരിച്ചിരുന്നവരായിരുന്നു. When they received the power of the Holy Spirit, എന്നാൽ അവർ ആത്മശക്തി പ്രാപിച്ചപ്പോൾ the powerless became powerful. അശക്തർ ശക്തരായി തീർന്നു. The empties became
became full. ആമേൻ. ശൂന്യർ നിറവുള്ളവരായി They തീർന്നു. were hiding. They became bold to stand before thousands of people and declare the glory of God. മറഞ്ഞു ഭയപ്പെട്ടിരുന്നവരെല്ലാം ധൈര്യശാലികളായി മുൻനിരകളിലേക്ക് ഇറങ്ങി വന്നു. This is what the Holy Spirit does in our lives. ആമേൻ. പരിശുദ്ധാത്മാവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യുന്നതും അതുതന്നെയാണ് പ്രിയരെ. You may be thinking I'm a powerless man this morning. ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ അശക്തനായ ശക്തിയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? You might be thinking I'm an empty person this evening. ഞാൻ ഈ പകൽക്കാലം അതെ ശൂന്യനായ ഒരു വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നു. But when you receive the power of the Holy Spirit, എങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ you will receive the power. നിങ്ങൾ ശക്തി ലഭിക്കും. You will receive a boldness. നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും. Your emptiness will be over. നിങ്ങളുടേതായ ശൂന്യമായ അവസ്ഥ, ഒന്നുമില്ലാത്ത സ്ഥിതി അത് നീങ്ങിയിട്ട് നിറവുള്ളവരായി മാറും. That is why we need the power of the Holy Spirit upon our lives. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് യേശു ഓർപ്പിച്ചത്. The demon spirits, they said, Jesus we know, Paul I know, but who are you? ഈ സ്കേവ എന്ന മഹാപുരോഹിതന്റെ മക്കള് ചെന്നിട്ട് ഒരു ഭൂതബാധിതനെ വിടുവിക്കാനായിട്ട് ചെന്ന സമയത്ത് ഈ ദുരാത്മാവ് അവരോട് ചോദിച്ചെന്താണെന്നറിയാമോ? എടാ, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലൂസിനെയും പരിചയമുണ്ട്, നീ ആരടാ എന്നാ ചോദിച്ചത്. What was the reason? What was the content behind? What was the idea behind the question? ആ ചോദ്യത്തിന്റെ പിന്നിലുള്ള ആശയം എന്താ? What did the demon identify? എന്താ ഈ ദുരാത്മാവ് സ്വയം വെളിപ്പെടുത്തിയത്? No, what did it identify? എന്താ അവർക്ക് ആ ദുരാത്മാവിന് മനസ്സിലായത്? The demon recognized that Jesus carried the power of the Holy Spirit. ആമേൻ. ഈ ദുരാത്മാവ് പോലും വെളിപ്പെടുത്തിയ ഒരു കാര്യം, യേശുവിന്റെ അകത്ത് യേശുവിൽ ഒരാത്മശക്തി ഉണ്ടായിരുന്നെന്ന് സ്വയം ഈ ദുരാത്മാവ് വെളിപ്പെടുത്തുകയാണ്. The demon could understand that Paul carries the power of the Holy Spirit. യേശുവിനെ പോലെ തന്നെ പൗലൂസും പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് വെളിപ്പെടുത്തിയവനായിരുന്നു എന്ന് ദുരാത്മാവ് പറയുകയാണ്. When they saw those 7 boys, ഈ 7 മക്കളെ കണ്ടപ്പോൾ the devil knew that they were preaching. ഇവരും പ്രസംഗിക്കുന്നവരാണെന്ന് ഈ സ്കേവയുടെ മക്കളെ കുറിച്ച് പിശാചിനറിയാം. Then he could have understood they are doing something good. എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന 7 ആൺമക്കള്. But he did not see the mark or the power of the Holy Spirit upon them. പക്ഷേ ഈ ആൺമക്കളിൽ, ഈ പുരോഹിതന്മാരിൽ യേശുവിലും പൗലോസിലും കണ്ടത് പിശാചിന് അവരിൽ കാണാൻ പറ്റിയില്ല. What was that? The power of the Holy Spirit. യേശുവിലും പൗലോസിലും ഉണ്ടായിരുന്നത് ഇവരിൽ ഇല്ലാതിരുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരുന്നു. During creation, in the time of creation, when you read Genesis chapter 1, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടിപ്പിന്റെ ചരിത്രം വായിക്കുമ്പോൾ the Holy Spirit was hovering over the earth. ഭൂമിയുടെ മേൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. After that, അതിനുശേഷം the creation was done. അതിനുശേഷം ദൈവത്തിന്റെ സൃഷ്ടിപ്പ് സംഭവിച്ചു. In the Gospels, സുവിശേഷങ്ങളിൽ before Jesus was born, യേശു ജനിക്കുന്നതിന് മുമ്പ് the Holy Spirit overshadowed Mary. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു എന്ന് വായിക്കുന്നു. And we see Jesus was born. അങ്ങനെയാണ് യേശു ജനിച്ചത്. During on the day of Pentecost, അത് മാത്രമല്ല പെന്തക്കോസ്ത് ദിവസത്തിലും the Holy Spirit descended upon the 120 people in the upper room. ആ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. And the church was born. അങ്ങനെ ആവസിച്ചപ്പോൾ സഭ ജനിച്ചു. 3 important things in the history of the world, or in the history of the church, or in our. നമുക്ക് 3 നിലയിലുള്ളതായ ജനനങ്ങൾ കാണാം. വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ സൃഷ്ടി നടന്നു. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോൾ യേശു ജനിച്ചു.
120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചപ്പോൾ ദൈവസഭ ജനിച്ചു. How much more we need the power of the Holy Spirit to come upon us. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ആമേൻ. നമുക്ക് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ആ നിഴലിടിയിൽ എത്ര ആവശ്യം? When the Holy Spirit will come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ something new will be created in your life. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്. Something new will be born out of you when the Holy Spirit comes upon you. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഈ പകൽക്കാലം നിന്റെ മേൽ ആത്മശക്തി നിഴലിട്ടാൽ നിന്നിൽ ചിലത് പുതിയതായിട്ട് ഉടലെടുക്കും. You will not be the old when the Holy Spirit comes upon you. When the Holy Spirit comes upon you, something new will begin to happen. ഇന്നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ആവസിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത പുതിയതൊന്ന്, ഒരു പുതിയ സംഗതി നിന്റെ അകത്ത് വെളിപ്പെടും. When the Holy Spirit was instrumental in the creation of the earth, ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവ് ഒരു ഉപകരണമായിരുന്നെങ്കിൽ, it was a spirit of creation. ആമേൻ, അവിടെ നമുക്ക് അവനെ ഇങ്ങനെ വിളിക്കാം, ആമേൻ, സൃഷ്ടിയുടെ ആത്മാവ്. A spirit of creation. ഓ ഹല്ലേലൂയ! എല്ലാവരും ഒന്ന് പറഞ്ഞേ, സൃഷ്ടിയുടെ ആത്മാവ്. When you receive the power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിക്കുമ്പോൾ you receive the spirit of creation upon you. നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സൃഷ്ടിപ്പിന്റെ ആത്മാവിനെയാണ്. You receive the spirit of creation. അത് സൃഷ്ടിയുടെ ആത്മാവിനെ ലഭിക്കുന്നു. Hallelujah. Hallelujah. Say, I want to receive the spirit of creation. Hallelujah. എല്ലാവരും പറഞ്ഞേ, എനിക്ക് പറഞ്ഞോട്ടെ, ഉറക്കെ പറ, സൃഷ്ടിപ്പിന്റെ ആത്മാവിനെ പ്രാപിക്കണം. The Holy Spirit gives you the spirit to transform. ആമേൻ. പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണ്. It can transform things. വസ്തുതകളെയും വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. Everything was null and void. എല്ലാം അതേ ശൂന്യമായി പാഴായി കിടക്കുമ്പോൾ it was transformed. എന്തെങ്കിലും ഒന്ന്, സ്തോത്രം, അത് രൂപാന്തരപ്പെടുവാൻ. Everything was null and void. It was transformed by the power of the Holy Spirit. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുവാൻ കഴിയും, എല്ലാം പാഴും ശൂന്യവുമായി കിടന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ അത് പുതിയതായി സൃഷ്ടിക്കപ്പെട്ടു. Transformation happened. ഒരു രൂപാന്തരം അവിടെ നടന്നു. When you receive the power of the Holy Spirit, നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ transformation will happen in your life. Transformation will happen through your life. ഭൂമിക്ക് എന്ത് മാറ്റം സംഭവിച്ചുവോ അതേ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. Transformation in you, transformation through you. രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, നിങ്ങളിൽ ഒരു രൂപാന്തരം, നിങ്ങളിലൂടെ ഒരു രൂപാന്തരം. Yesterday evening I was telling you, you are called for a greater purpose. ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഉന്നതമായ കാര്യത്തിനാണ്. Why? Because the spirit that is inside you is the spirit to transform, is the spirit to create, is the spirit to live. കാരണം എന്താണ് ചോദിച്ചാൽ, നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ, നിങ്ങളിൽ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി, ആമേൻ, ഒരു വലിയ രൂപാന്തരം സംഭവിപ്പിക്കും. The Holy Spirit will transform your lives, will transform things through your life. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അവൻ രൂപാന്തരത്തെ കൊണ്ടുവരും. In many references it says the power of the Holy Spirit. പല വാക്യങ്ങളിൽ, പല വേദഭാഗങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മ ശക്തി എന്നാണ്. The power of the Holy Spirit. പരിശുദ്ധാത്മ ശക്തി. Power is a character of God. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ്. Power is a character of God. ദൈവിക സ്വഭാവത്തിൽപ്പെട്ട ഒന്നാണ് ശക്തി. Power belongs to God. ശക്തി ദൈവത്തിൻ്റെതാണ്. Power belongs to God. Power is a character of God. ദൈവത്തിൻ്റെതാണ് ശക്തി. അത് മാത്രമല്ല, ശക്തി എന്ന് പറയുന്നത് ദൈവിക സ്വഭാവങ്ങളിൽ ഒന്നാണ്. When He gives you the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന് കൊടുക്കുമ്പോൾ, when He gives you the Holy Spirit,
when He gives you the Holy Spirit, പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ sometimes we think this is just to clap hands or to just speak in tongues. ചിലപ്പോൾ നമുക്ക് തോന്നും കൈകൊട്ടാനും തുള്ളാനും ചാടാനും മാത്രം ഉള്ളതാണ് Or പരിശുദ്ധാത്മാവ്. sometimes it is just for something that is related to the church or inside the building or something like that. അല്ലെങ്കിൽ ഈ ചുവരിനകത്ത് നടക്കുന്ന ചില കർമ്മങ്ങൾക്ക് പ്രവർത്തികൾക്ക് വേണ്ടി മാത്രം തന്നിരിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. But the work of the Holy Spirit is much, much, much greater and beyond that. എന്നാൽ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് കേവലം തുള്ളാനും ചാടാനും കൈകൊട്ടാനും പാട്ടുപാടാനും മാത്രമല്ല, അതിന്റെയും അപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. The Holy Spirit inside wants you to create. The Holy Spirit inside you wants you to transform. നിങ്ങളുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് രണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നു. ഒന്ന്, നിങ്ങളിൽ ഒരു സൃഷ്ടിപ്പ് നടത്തുന്നു. രണ്ട്, നിങ്ങളിൽ ഒരു രൂപാന്തരം നടത്തുന്നു. Hallelujah. When Jesus defeated Satan on the cross, ക്രൂശിൽ യേശു പിശാചിനെ പരാജയപ്പെടുത്തിയപ്പോൾ the Bible says Jesus took victory upon Satan. Jesus defeated Satan on the cross. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തി. Jesus defeated Satan on the cross. സാത്താൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ യേശു സാത്താനെ ക്രൂശിൽ പരാജയപ്പെടുത്തി. When one side loses, what happens to the other side? ഒരു ഭാഗത്ത് നഷ്ടം വന്നപ്പോൾ മറുഭാഗത്ത് എന്താ വന്നത്? Satan was defeated. പിശാചിന് നഷ്ടം വന്നു, അവൻ പരാജയപ്പെട്ടു. അപ്പോൾ മറുഭാഗമോ? Who is victorious? ആരാ ജയിച്ചത്? Jesus was victorious. യേശു ജയിച്ചു. Jesus was victorious over the devil and the work of the devil. പിശാചിനെ മാത്രമല്ല, അവന്റെ മുഴുവൻ കർമ്മ മണ്ഡലങ്ങളെയും യേശു ജയിച്ചു. Victorious. ജയാളി. Defeated. പരാജിതൻ. Victorious. ഒരു ഭാഗത്ത് ജയിച്ചവൻ നിൽക്കുന്നു, മറുവശത്ത് പരാജയപ്പെട്ടവൻ തോറ്റവൻ നിൽക്കുന്നു. The same reference in different interpretations. പല വേദപുസ്തക വ്യാഖ്യാനങ്ങളിലും defeated പരാജയപ്പെട്ടവൻ can be translated into different English words. പല പദങ്ങൾ അതിനകത്ത് ഉപയോഗിക്കപ്പെടാം. Defeated, പരാജിതൻ, nullified, ഒന്നുമല്ലാത്തവനാക്കി തീർക്കുക, made him nothing, ഏതുമല്ലാത്തതാക്കുക. lot of different meanings. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ പരാജയം എന്ന വാക്കിനുണ്ട്. Jesus made nothing, Satan nothing. ആമേൻ. ഈ യേശു ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം പിശാചിനെ ഒന്നുമല്ലാതാക്കി. Nothing. അവൻ ഒന്നുമല്ല. One word it says, Jesus nullified the power of Satan. ഒരു ട്രാൻസ്ലേഷൻ, ഒരു വ്യാഖ്യാനം പറയുന്നത്, പരിഭാഷ പറയുന്നത്, യേശു പിശാചിനെ മരവിപ്പിച്ചു. Nothing, made him nothing. അവൻ അനങ്ങാൻ മേലാത്തവനാക്കി തീർത്തു. In another word you can understand, വേറൊരു പദം ഞാൻ പറയാം. Jesus made Satan of no value. പരാജയപ്പെടുത്തിയെന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം, പരിഭാഷ ഇതാണ്, അവന് ഒരു വിലയും ഇല്ലാത്തവനാക്കി. Jesus made Satan of no value. പിശാചിനെ ഒരു വിലയും ഇല്ലാത്തവനാക്കി തീർത്തു. What is the value of no value? ഈ വിലയില്ലാത്തതിന്റെ വില എന്താ? What is the value of no value? ഒരു വിലയില്ലാത്തതിന്റെ വില എത്രയാ? Zero means no value. പൂജ്യത്തിന് വിലയില്ല. Understand, Jesus made Satan equal to zero. ആമേൻ. നമ്മുടെ കർത്താവ് പിശാചിനെ പൂജ്യമാക്കി. Zero. വെറും പൂജ്യം. What biblically, if you understand, the value of Satan is equal to വചനാനുസൃതം ചിന്തിച്ചാൽ പിശാചിന് ഇത്രയുള്ളൂ വില, ഒരു പൂജ്യത്തിന്റെ വില. Say zero. എല്ലാരും പറഞ്ഞ സീറോ. Zero. Zero. The value of Satan is equal to zero. Hallelujah. Now, if I take a scale, ഒരു സ്കെയില് ഞാൻ എടുത്താൽ, and I want to measure from the floor,
ഈ തറയിൽ നിന്ന് ഞാൻ അളക്കുമ്പം easy to see. I put a scale here. ഒരു സ്കെയിൽ ഇവിടെ വെച്ചു. Where is zero? എവിടാ സീറോ? സീറോ ലെവൽ ഏതാ? Where is zero? On the ground. ഈ തറയിലാണ്. When I stand, where is zero? ഞാൻ നിൽക്കുമ്പോൾ എവിടാ സീറോ ലെവൽ? Under my feet. എന്റെ കാലിന്റെ കീഴെ. That means Jesus put Satan under my feet. എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തവനാക്കി തീർത്തെന്ന് പറഞ്ഞാൽ എന്റെ കാലിന്റെയും അടിയിലാണ് പിശാചിനെ ആക്കിയത്. That is why Jesus says, അതുകൊണ്ടാ കർത്താവ് പറയുന്നത്, I give you authority to trample over snakes and scorpions. യേശു പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ അതേ പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ അധികാരം തരുന്നു. Because they are already under your feet. കാരണം എന്താ ചോദിച്ചാൽ, ചവിട്ടുവാൻ കാരണം എന്താണെന്നറിയാമോ? ഇപ്പൊ തന്നെ നമ്മുടെ കാലിന്റെ അടിയിലെ You don't have കീഴിലാണ്. to hit him, you don't have to punch, you don't have to kick. You just have to trample him under your feet. നിങ്ങളുടെ മുകളിൽ നിന്നാലല്ല ഇടിക്കേണ്ടതും തൊഴിക്കേണ്ടതും ചതക്കേണ്ടതും വരുന്നുള്ളൂ. പക്ഷെ കാൽ കീഴിലാണെങ്കിൽ ഇങ്ങനെ ഞെരിച്ചാ പോരെ. You just have to trample him under your feet. വചനം പറയുന്നു, ചവിട്ടുവാൻ അധികാരം തരുമെന്ന് പറഞ്ഞാൽ കാൽ കീഴിലാ. Not to punch, not to kick, but just trample over the work of the enemy. നിങ്ങൾ അവനെ അടിക്കണ്ട, തൊഴിക്കണ്ട, അതെ ഇടിക്കണ്ട. കാരണം നിങ്ങൾ അവനെ ചതച്ചാൽ മാത്രം മതി. That is where the position of Satan is, under your feet. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, പിശാചിന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? നിന്റെ കാലിന്റെ കീഴിലാണ്. Satan is not on your toe, Satan is not on your knee, Satan is not on your shoulder, Satan is not on your head, but the position of Satan is under my feet. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ യേശു പിശാചിനെ ഏതുമല്ലാത്തവനാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ അവന്റെ സ്ഥാനം നിന്റെ കണങ്കാലിലല്ല, നിന്റെ മുട്ടിലല്ല, നിന്റെ തോളിലല്ല, മറിച്ച് പിശാച് നിന്റെ കാലിന്റെ കീഴിലാണ്. That is the authority I have. ആമേൻ. അതാ ഒരു ദൈവ പൈതലിന്റെ അധികാരം. That is your authority this evening. ഇന്ന് ഉച്ച കഴിഞ്ഞ് നിങ്ങളുടെ അധികാരം എന്താണെന്ന് മനസ്സിലായല്ലോ. You are a victorious person. നിങ്ങളൊരു ജയാളിയാണ്. You are a victorious person. യേശുവിൻ നാമത്തിൽ നിങ്ങളൊരു ജയാളിയാണ്. You are a victorious person because the devil is under your feet. എങ്ങനെയാ നിങ്ങൾ ജയാളിയായെന്നറിയാമോ? നിങ്ങളുടെ കാലിന്റെ കീഴെ പിശാച് കിടക്കുന്നത് കൊണ്ടാ നിങ്ങൾ ജയാളിയായത്. You are a victorious person because you have the authority to destroy the work of the enemy. ശത്രുവിന്റെ ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം ലഭിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു ജയാളിയായത്. When every believer begins to identify the position of Satan, his work will be trampled and destroyed. ഒരു വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾക്ക് പിശാചിന്റെ സ്ഥാനം എവിടെയാണെന്നും നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്നും ഉള്ളതിനെ കുറിച്ച് തിരിച്ചറിവ് വേണം. The devil is scared when he sees a believer with the power of the Holy Spirit. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു വിശ്വാസിയെ കാണുമ്പോഴുണ്ടല്ലോ, അവൻ കിടുകിട വിറയ്ക്കും. The devil is afraid. Literally, the devil is afraid when he sees a man with the power of the Holy Spirit resting upon him. ആമേൻ. പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരു ദൈവവൈതലിനെ കാണുമ്പോൾ സാത്താൻ വിറയ്ക്കുകയാ, ഭയപ്പെടും. Why? എന്തുകൊണ്ട്? Because the devil knows that this man or this woman can trample me. കാരണം വിശ്വാസിയെ കാണുമ്പോൾ പിശാച് ചിന്തിക്കുന്നറിയാം, ഇവൻ എന്നെ ചവിട്ടും കേട്ടോ, ഇവൻ എന്നെ ചവിട്ടാനുള്ള അധികാരമുണ്ട്, ഇവൻ എന്നെ ഞെരിക്കാനുള്ള അധികാരമുണ്ട്. Suppose there is a thief standing somewhere stealing something. അവിടെ എവിടെയെങ്കിലും ഒരു കള്ളൻ എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. He hears a police siren. പെട്ടെന്ന് പോലീസ് വാഹനത്തിന്റെ സൈറൻ കേൾക്കുന്നു. What will the thief do? ആ കള്ളൻ പിന്നെയും അവിടെ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി നിൽക്കുവോ? What will he do? അവൻ എന്തായിരിക്കും ചെയ്യുന്നത്? He will run away. അവൻ അന്നാരെ പമ്പരം പറക്കും. Why will he run away? എന്തുകൊണ്ട് അവൻ ഓടുന്നറിയാം? Because the devil knows. കാരണം ഈ കള്ളൻ അറിയാം that someone more powerful and someone with authority is coming this way. അവനേക്കാളും അധികാരമുള്ള ഒരാൾ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് അവൻ അറിയാം. You are a victorious person. You are a man and a woman with authority because you carry the power and the
presence of God. സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം നീയും ഞാനും അതെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് അവനേക്കാളും അധികാരം നിനക്കുള്ളത് കൊണ്ട് നീ ഒരു ജയാളിയാണെന്ന് The പിശാചിന് Holy അറിയാം. Spirit is not just to clap your hand, but it is the authority and the seal of God that is placed upon you. കേവലം കൈകൊട്ടാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, നിന്നിലുള്ള അധികാരം എന്താണെന്ന് ഗ്രഹിക്കാൻ കൂടെയാണ്. It is for you to begin to transform, for you to create, for you to live. ആമേൻ. ഈ പകൽക്കാലം രണ്ട് പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചെയ്യും. ഒന്ന്, നിങ്ങളുടെ അകത്ത് സൃഷ്ടിക്കും. രണ്ട്, നിങ്ങൾക്ക് രൂപാന്തരം വരുത്തും. നിങ്ങളെ അവൻ വഴി നടത്തും. That is why the Holy Spirit is given to you, അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. so that you can exercise the authority that God has placed in you. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ അധികാരത്തെ നിങ്ങൾ അതിനെ ഒന്നും കൂടെ വ്യായാമം ചെയ്യുവാൻ, ഒന്നുകൂടെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. Holy Spirit, sometimes we understand is like a fire. ചിലപ്പോൾ ദൈവാത്മാവിനെ നമുക്ക് അഗ്നിയോട് ഉപമിക്കാൻ പറ്റും, അല്ലെങ്കിൽ തീയെ പോലെ കാണാം. Judges chapter 15 verse 11, we see Samson tying fire on the tail of foxes. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ശിംശോൻ 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് കെട്ടിയിട്ട് പന്തം ഇടയിൽ വെച്ചത് കാണുന്നുണ്ട്. And left them into the camp of the enemy. എന്നിട്ട് എങ്ങോട്ട് വിട്ടെന്നറിയാമോ? ഫെലിസ്ത്യരുടെ കോതമ്പ് വയലിലേക്കാ ഈ കുറുക്കന്മാരെ തീയുമായിട്ട് പറഞ്ഞു വിട്ടത്. Wherever the foxes went, എവിടെയെല്ലാം ഈ തീ കൊണ്ടു നടന്നതായ കുറുക്കന്മാർ ചെന്നോ, the field of the enemy was destroyed. ആമേൻ. ഫെലിസ്ത്യരുടെ സകല വിളവുകളും നശിക്കപ്പെട്ടു. The camp of the enemy was destroyed. ആമേൻ. ഈ തീ കൊണ്ടുപോയ കുറുക്കന്മാർ ചെന്ന എല്ലാ വഴികളിലും ആമേൻ ശത്രുവിന്റെ വിളകളും അവരുടെ പാളയങ്ങളും ചുട്ടരിച്ചു. If a human fire could destroy the camp of the enemy, the fire Amen. of the Holy Spirit that is upon you will destroy every work of the enemy that is in this land. മനുഷ്യന്റെ തീക്ക് ഇത്രത്തോളം ശത്രുവിന്റെ പാളയത്തെ ചാമ്പലാക്കാൻ ശേഷിയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഓർത്തു നോക്കുക, പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ തീ വഹിച്ച നീ ചെല്ലുന്നിടത്ത് എന്ത് നാശങ്ങൾ സംഭവിക്കും. You are a person with authority. ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയാം, പ്രിയ സഹോദര സഹോദരി, അധികാരമുള്ള ഒരു വ്യക്തിയാണ് You നിങ്ങൾ. are called to move in authority, to speak in authority, to exercise authority. നിങ്ങളുടെ അധികാരത്തെ ആമേൻ ഹല്ലേലൂയ ഉപയോഗിക്കാൻ കഴിയുന്ന നിലകളിൽ നിങ്ങൾക്ക് അധികാരവും ശക്തിയും തന്ന ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. Say, God, I want to move in authority. ഇന്ന് പറയാൻ പറ്റുമോ, കർത്താവേ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് അധികാരത്തോടൊന്ന് നടക്കണം. I want to move in authority. എനിക്ക് അധികാരത്തോടെ യാത്ര I want ചെയ്യണം. to speak in authority. അതെ, അധികാരത്തോടെ I want സംസാരിക്കുവാൻ. to be a man and a woman of authority. ആമേൻ. അധികാരമുള്ള ഒരു പുരുഷനായി, ഒരു സ്ത്രീയായി തീരുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Authority belongs to the children of God. അധികാരം അത് ദൈവമക്കളുടെ വകയാണ്. Authority is for you. ഈ പകൽ ഒന്നുകൂടെ ചിന്തിക്കുക, അധികാരം മറ്റൊരാളുടേതല്ല, നിങ്ങളുടേതാണ് അധികാരം. That is why we encourage you to pray in faith, pray with authority. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ആ പ്രാർത്ഥനയിൽ നിങ്ങൾ അധികാരത്തോടെ, വിശ്വാസത്തോടെ, ശക്തിയോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. When you pray with boldness. നിങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, When you pray with boldness. അതെ, പ്രാർത്ഥിക്കുമ്പോൾ അതെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. Pray in faith. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. Pray in authority. അധികാരത്തോടെ പ്രാർത്ഥിക്കുക. You are not an ordinary man, you are not an ordinary woman. നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയോ ഒരു സാധാരണ പുരുഷനോ അല്ല. Because you are a person of authority. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അധികാരമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. Turn to your neighbor and say you are a person with authority. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. How do we have that authority? എങ്ങനെയാ നമുക്ക് അധികാരം കിട്ടുന്നത്? Police constable. ഒരു പോലീസ് കോൺസ്റ്റബിള് He comes and the thief runs away. ഒരു സാധാരണ പോലീസുകാരൻ വരുമ്പോ തന്നെ ഒരു കള്ളൻ ഓടുവാണെങ്കിൽ What the constable knows, I am just a normal man. കോൺസ്റ്റബിൾ SP ഒന്നും അല്ലല്ലോ, സാധാ പോലീസുകാരനാ, കാക്കി ഉടുപ്പിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. But what is in his heart? പക്ഷേ തന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളത്? There is a power behind me. ഈ സാധാ കാക്കി കുപ്പായമിട്ട പോലീസുകാരനറിയാം, ഞാൻ സാധാരണ വ്യക്തിയാ, പക്ഷെങ്കിൽ എന്റെ പുറകിൽ, എന്റെ പിന്നിൽ
അധികാരം ഉണ്ട്. I have authority placed behind me. എന്നെ ഈ സ്ഥാനത്താക്കിയ ഒരു അധികാര കേന്ദ്രം പുറകിലുണ്ട്. There is a power of authority behind me. എന്റെ പിന്നിൽ അധികാരത്തിന്റെ ഒരു കേന്ദ്രം, ഒരു ശക്തിയുടെ കേന്ദ്രമുണ്ട്. I might be an ordinary person, ഞാൻ ഒരു സാധാരണ വ്യക്തിയാകാം, but I have a authority backup behind me. എങ്കിലും എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെയും അധികാരത്തിന്റെയും കേന്ദ്രമുണ്ട്. You have the power of God with you. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എന്റെയും നിങ്ങളുടെയും പുറകിൽ ഒരു അധികാര കേന്ദ്രമുണ്ട്. You have power, the most powerful power behind you. നിങ്ങളുടെ പുറകിലുള്ളത് ഒരു പോലീസുകാരന്റെ പുറകിലുള്ള കേവല അധികാരമല്ല. നിങ്ങളുടെ പുറകിലുള്ളത് ഈ പ്രപഞ്ചത്തിലേക്കും ഏറ്റവും വലിയ അധികാരത്തിന്റെ ശക്തിയാണ്. You have every angelic host, heavenly host behind you. നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് സ്വർഗീയ സൈന്യത്തിന്റെ പിൻബലമാണ്. Therefore move in authority. അതുകൊണ്ട് നീ മുമ്പോട്ട് ധൈര്യമായി പോകൂ. Therefore move and speak and act and move in faith and do things in authority. നീ ചെല്ലുന്നിടത്തൊക്കെ അധികാരത്തോടെ സംസാരിച്ച്, ചെല്ലുന്നിടത്ത് അധികാരത്തോടെ നീ പൊയ്ക്കോ. Hallelujah. I'm not an ordinary man. I'm not an ordinary woman. I am a person with authority. ഹല്ലേലൂയ. നമുക്ക് സ്വയം ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ കഴിയണം, ഞാനൊരു സാധാരണ വ്യക്തിയൊന്നുമല്ല. ഞാനൊരു സാധാരണ വ്യക്തിയാണെങ്കിലും എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു അധികാര കേന്ദ്രം എനിക്കുണ്ട്. Can we just stand up in the presence of God? ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. Lift your voice നിങ്ങളുടെ ശബ്ദം ഉയർത്തണം. and just say, I am a person with authority. വെറുതെ ഒന്ന് പറഞ്ഞേ, ഞാൻ അധികാരമുള്ള ഒരാളാ. Jesus has given me authority. യേശു എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട്. I am victorious through Christ. യേശുവിലൂടെ ഞാൻ ജയാളിയാണ്. I am not a defeated man. I am not a defeated woman. ഞാൻ പരാജയപ്പെട്ട ഒരു സ്ത്രീയല്ല. ഞാൻ പരാജയപ്പെട്ട ഒരു പുരുഷനല്ല. I am not a defeated person. ഞാൻ പരാജയപ്പെട്ടവനല്ല. I am a victorious person in Christ. ക്രിസ്തുവിൽ ഞാൻ ജയിച്ചവനാണ്. I am a victorious person in Christ. ക്രിസ്തുവിൽ ഞാൻ ജയിച്ചവനാണ്. I am a victorious person through Christ. ക്രിസ്തുവിലൂടെ ഞാൻ ജയിച്ചവനാണ്. I am a victorious woman through Christ. ക്രിസ്തുവിലൂടെ ഞാൻ ജയിച്ചവനാണ്. My sister, you are not an ordinary woman. നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, നമ്മൾ ഏറ്റുപറയണം, ഞാനൊരു സാധാരണ സ്ത്രീയല്ല, ഞാനൊരു സാധാരണ പുരുഷനല്ല. Father God, I just pray പരിശുദ്ധ പിതാവേ, ഇന്ന് നിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു, that you would release your authority upon every one of them. ഈ വചനം കേട്ട എല്ലാ മക്കളുടെ മേലും അവിടുത്തെ അധികാരം നിന്റെ മക്കളുടെ മേൽ പകരട്ടെ. I thank you because you have given them victory. അവർക്ക് വിജയം കൊടുത്തതിനാൽ നന്ദി പറയുന്നു. I thank you because every one of them standing here is not a defeated man or a woman, but a victorious person. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അവർ പരാജിതരല്ല, അവർ ജയാളികളാണ്, വിജയിച്ചവരാണ്. When they go out of this place, അവരിവിടുന്ന് പോകുമ്പോൾ help them to use the authority that you have placed upon them. അവർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണം. So that they can transform, so that they can begin to create. അവർക്ക് സൃഷ്ടിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും ദൈവം അവരെ സഹായിക്കണം. Help them to live a victorious life. കർത്താവേ, അവരുടെ ജീവിതത്തിന്റെ വിജയത്തിൽ അവർ എത്തുവോളം അവർക്ക് ശക്തി ഉണ്ടാകണം. Yes.